ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ മോളെ, കഴിച്ചായിരുന്നു അച്ഛാ? ആ നിങ്ങളോ? കഴിച്ചു. ആ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ. എന്താ മോളെ? നാളെയാ വിവാഹ നിശ്ചയം. ചേച്ചി ഇത് എന്ത് ഭാവിച്ചാന്ന് മനസ്സിലാവുന്നില്ല. പറഞ്ഞിട്ടങ്ങോട്ട് മനസ്സിലാക്കുന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവളെ നിങ്ങൾ ഉപദേശിക്കാനൊന്നും പോണ്ട. ഓ, അവൾ ചെയ്യുന്നതിന്റെ ശിക്ഷ അവൾക്ക് തന്നെ കിട്ടും. അതിന് നമ്മൾ ആരും വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. നാളെ ചേച്ചി മണിമാലയുടെ ഡ്യൂപ്ലിക്കേറ്റും കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം തുമ്പി ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വന്നു എനിക്ക് മനസ്സിലാവാത്ത. അവളുടെ മനസ്സിലിപ്പോ പണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. രക്തബന്ധങ്ങൾക്കോ സ്വന്തങ്ങൾക്കോ ഒന്നും അവൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളവളെ നമ്മളും തടയുന്നതാ നല്ലത്. അല്ലെങ്കിലേ ആപത്ത് നമുക്കൂടെ കിട്ടും. ദേ, നീ അമ്മയും അവളുടെ ഒരു കാര്യത്തിൽ ഇടപെടണ്ട. പിന്നെ മണിമാല അച്ഛന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ടല്ലോ അച്ഛാ? ആ ഉണ്ട് മോളെ. ആ പിന്നെ തുമ്പി മണിമാലയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാ ഒന്നും വിട്ടു പറയണ്ട. അത് നമുക്ക് തന്നെ ദൈവികോപം ഉണ്ടാക്കാൻ ഇടയാക്കും. അവള് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് നടക്കട്ടെ. നീ ആരോടൊന്നും പറയാൻ പോണ്ട. താനോട് ഒറ്റയ്ക്കുള്ളോ? അതെ, എലിസബത്ത് വൈകിട്ട് പോയി. ആ, നിശ്ചയം കഴിഞ്ഞിട്ടേ താൻ അവിടെ താമസിക്കണ്ട. സിറ്റിയിൽ എവിടെങ്കിലും ഒരു വില്ല വാങ്ങാം നമുക്ക്. താൻ വേണമെങ്കിൽ തന്റെ കൂട്ടുകാരെയും വിളിച്ചോ. അതൊന്നും വേണ്ട, അവളിവിടെ നിക്കട്ടെ. അവൾക്ക് ഭയങ്കര ഇഷ്ടാ ഇവിടെ. ആ, അതൊക്കെ തന്റെ തീരുമാനം. വിവാഹം കഴിഞ്ഞാ എവിടെ താമസിക്കാം? സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു വില്ലയിലേക്ക് നമുക്ക് മാറിയാലോ? ഏയ്, അതൊന്നും വേണ്ട സർ. എനിക്ക് അമ്മയോടൊപ്പം സാറിന്റെ വീട്ടിൽ തന്നെ താമസിക്കാനാ ഇഷ്ടം. അമ്മയെ പിരിഞ്ഞ് നമുക്ക് എങ്ങോട്ടും പോണ്ട. ആ, അമ്മയ്ക്കും അതാവും ഇഷ്ടം. അമ്മയ്ക്കെന്തോ തന്നെ വലിയ ഇഷ്ടമാ. ആഹാ, അമ്മയ്ക്കെപ്പോഴും തന്റെ കാര്യം പറയാനേ സമയമുള്ളൂ. എനിക്ക് തോന്നുന്നേ ഈ വിവാഹ നിശ്ചയം വേഗം നടത്താൻ ഏറ്റവും കഷ്ടപ്പെടുന്ന അമ്മയാണെന്ന്. ഇത് നടന്നു കഴിഞ്ഞാ എന്തോ വലിയ കാര്യം നേടുമെന്നാ അമ്മയുടെ ചില നേരത്തെ വർത്താനം. പാവം. അല്ല, താനെന്തോന്നും മിണ്ടായിരിക്കുന്നേ? ഉറക്കം വരുന്നോ? ഏയ് ഇല്ല, സാറ് പറഞ്ഞോ. എന്നാലേ താൻ കിടന്നോ. നാളെ രാവിലെ നേരിൽ കാണാനുള്ളല്ലേ. ഇന്ന് ഉറക്കം കളഞ്ഞ് നാളെ അതിന്റെ ക്ഷീണമാവണ്ട. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസങ്ങളിലൊന്നാ നാളെ. താനേ നേരത്തെ എത്തണേ. എത്താം സർ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.